4 ഹൂതി ഡ്രോണുകൾ, യമനിലും ചെങ്കടലിലുമുള്ള 2 ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ. അമേരിക്ക ഹൂതികളെ ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണ മനോഭാവവുമായി ഹൂതികളും രംഗത്ത് വന്നിരിക്കുകയാണ്. തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വിവിധ രീതി പരീക്ഷിക്കുകയാണ് ഹൂതികൾ. നിരന്തരമായ US ആക്രമണങ്ങൾക്കിടയിൽ ഗസ മുനമ്പിലെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കാൻ ചെങ്കടലിലും മറ്റു ജലാശയങ്ങളിലും കപ്പലുകൾക്ക് നേരെ പുതിയ അന്തർവാഹിനി ആയുധങ്ങൾ പ്രയോഗിച്ച് ആക്രമണം ശക്തമാക്കാനാണ് ഹൂതികളുടെ നീക്കം. ആക്രമണം ശക്തമാക്കുകയാണ് എന്ന് ഗ്രൂപ്പ് നേതാവ് പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ ഹൂതി പ്രതിനിധിയുടെ പ്രസ്താവനയും വന്നു. ചെങ്കടൽ, അറബിക്കടൽ, ബാബുൽ മന്ദബ് കടലിടുക്ക്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഞങ്ങൾ പ്രതിരോധത്തിനുള്ള മാർഗങ്ങളും നോക്കിയിരിക്കും. അബ്ദുൽ മാലിക് അൽ ഹൂതി പറഞ്ഞത് ഇങ്ങനെയാണ്. ഇസ്രായേലിലേക്ക് കടന്നുപോകുന്ന ചരക്കു കപ്പലുകൾ പിടിച്ചെടുത്ത ഹൂതികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോഴാണ് ഹൂതികൾ വീണ്ടും തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിച്ചു തുടങ്ങിയത്. ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ചരക്ക്, ഊർജ്ജ കയറ്റുമതി എന്നിവയ്ക്കുള്ള സുപ്രധാന ജലപാതയ്ക്ക് ഹൂതി വലിയ ഭീഷണി പലതരത്തിൽ ഉയർത്തുന്നുണ്ട്. അതിലേറ്റവും പുതിയ രീതിയാണ് സബ്മറൈൻ വെപ്പൺസ്. ഒരു യുദ്ധത്തിൽ സബ്മറൈൻ വെപ്പൺസ് പലപ്പോഴായിട്ട് ഉപയോഗിക്കാറുണ്ട്. രഹസ്യ പ്രവർത്തനത്തിനു വേണ്ടി അല്ലെങ്കിൽ നിരവധി ആക്രമണ പ്രതിരോധത്തിനു വേണ്ടി ആയുധങ്ങൾ വഹിക്കുന്നത് അന്തർവാഹിനിയിലാണ്. അന്തർവാഹിനിയിലൂടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിലൂടെ ഹൂതികൾക്ക് അറിയിപ്പ് ഇല്ലാതെ തന്നെ വിന്യസിക്കാനും ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയോടെ എത്തിക്കാനും സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ശത്രുവിനെ ഇങ്ങനെ വരുന്ന ആയുധ ആക്രമണം നേരിട്ട് കാണാൻ സാധിക്കാത്തതാണ് നേട്ടമെന്നും അവർ വിശ്വസിക്കുന്നു. ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന അന്തർവാഹിനി പ്രധാനമായും ഡീസൽ, ന്യൂക്ലിയർ അന്തർവാഹിനികളായിരിക്കും. മറ്റുള്ള അന്തർവാഹിനികൾ, കപ്പലുകൾ എന്നിവയെ ആക്രമിക്കാൻ മിസൈലുകൾ അല്ലെങ്കിൽ ആണവായുധങ്ങൾ, അതുപോലെയുള്ള നൂതന സെൻസിംഗ് ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഈ അന്തർവാഹിനിയിൽ ഉണ്ടായിരിക്കും. സാധാരണയായി ഒരു സേനയുടെ നിരീക്ഷണത്തിനും പ്രതിരോധത്തിനുമാണ് അന്തർവാഹിനികൾ ഉപയോഗിക്കാറുള്ളത്. ഷിപ്പിംഗ് വ്യവസായ മേഖലയിൽ ഹൂതികളുടെ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഹൂതികളുടെ ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെന്ററിൽ നിന്ന് ഷിപ്പിംഗ് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്ക് അയച്ച 2 അറിയിപ്പുകളിൽ തങ്ങൾ ആക്രമണം ശക്തമാക്കാൻ അന്തർവാഹിനി ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ് വെല്ലുവിളി ഉണ്ടായിരുന്നത്. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹൂതികളുമായി സഹകരിക്കാൻ ഈ കമ്പനികളെ നിർബന്ധിക്കുക എന്നതാണ് ഹൂതികളുടെ ലക്ഷ്യം. അതേസമയം ഹൂതികളുടെ ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ തകിടം മറിക്കുകയും ഷിപ്പിംഗ് നിരക്കുകൾ ഉയർന്ന തലത്തിൽ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിൽ ഗസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം 48 കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതായി ടെലിവിഷൻ പ്രസംഗത്തിൽ ഹൂതി വക്താവ് പറഞ്ഞിരുന്നു. ഹൂതി കൂട്ടത്തിലേക്ക് പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് ആഹ്വാനം ചെയ്യുകയും ഹൂതി ഉയർച്ച എടുത്തു കാണിക്കാൻ റാലികളും പരിപാടികളും സംഘടിപ്പിക്കാൻ അനുഭാവികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു.